ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. മലയാളം കഥയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് വൈസ് ആണ് ഈ കഥ എഴുതിയേക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്താ? ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽറ്റു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽറ്റു കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ഇന്നെന്ന് വെച്ചാൽ ടുഡേ. രാവിലെ എന്ന് വെച്ചാൽ മോർണിംഗ്. നേരത്തെ എന്ന് വെച്ചാൽ എന്താ? ഏർലി. എഴുന്നേൽക്കുക, വേക്കപ്പ്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽറ്റു. അപ്പോൾ ഇതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം അതേ രീതിക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? ടുഡേ I woke up. ടുഡേ എന്ന് വെച്ചാൽ എന്താ? ഇന്ന്. വോക്ക് അപ്പ് എഴുന്നേൽറ്റു. ഇവിടെ എനിക്ക് വേക്കപ്പ് എന്ന് എഴുതാം. പ്രസൻറ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ എനിക്ക് വേക്ക് എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇത് എഴുന്നേൽറ്റു എന്നായതുകൊണ്ടാണ് ഇവിടെ വോക്ക് വന്നത്. ടുഡേ ഐ വോക്ക് അപ്പ് ഏർലി. നേരത്തെ. എപ്പോഴാണ് നേരത്തെ? രാവിലെ. അപ്പോൾ ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ എന്താ? ഫസ്റ്റ് പോയിന്റ്, ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽറ്റു. ടുഡേ ഐ വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഈ കഥയുടെ ഫസ്റ്റ് പോയിന്റ്. പോയിന്റ് വൈസ് ആയിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ സെക്കൻഡ് പോയിന്റ് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താ? ഞാൻ എൻ്റെ കുടുംബത്തിനായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കി. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. എൻ്റെ എന്ന് വെച്ചാൽ മൈ. കുടുംബത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫാമിലി. പ്രഭാത ഭക്ഷണം. അപ്പോൾ ഇത് ഓരോ നാട്ടിൽ നമ്മൾ ചിലയിടത്ത് പ്രഭാത ഭക്ഷണത്തിന് വരെ നമ്മുടെ നാട്ടിൽ തന്നെ മലയാളത്തിൽ വേറെ ആയിരിക്കും പറയണം ഓരോ സ്ഥലത്ത്. അപ്പോൾ പ്രഭാത ഭക്ഷണം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്. തയ്യാറാക്കി. അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം തയ്യാറാക്കി, പ്രിപ്പയർഡ്. അപ്പം ഇത് തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് പ്രിപ്പയറിൻ്റെ കൂടെ ഈഡിങ് ചേർത്തു, പ്രിപ്പയർഡ്. അപ്പം ഞാൻ എൻ്റെ കുടുംബത്തിനായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കി. അപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലാക്കി നമുക്ക് എഴുതാൻ നോക്കാം. ഐ പ്രിപ്പയർഡ്. തയ്യാറാക്കി എന്നായതുകൊണ്ടാണ് ഇവിടെ പ്രിപ്പയറിൻ്റെ കൂടെ ഈഡി ചേർത്തത്. ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് for my ആർക്ക് വേണ്ടിയിട്ടാ? ഫാമിലി. ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മൈ ഫാമിലി. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കി. ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മൈ ഫാമിലി. നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ തേർഡ് പോയിന്റ് എന്താ? പിന്നീട് ഞാൻ ചില സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി. ഇതും ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാമെന്ന് നോക്കാം. പിന്നീട് എന്ന് വെച്ചാൽ ദെൻ. ഞാൻ ചില സാധനങ്ങൾ സം ഗ്രോസറീസ് വാങ്ങാൻ കടയിൽ പോയി. വാങ്ങുക, ടു ബൈ. കട, ഷോപ്പ്. പോയി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പോയി, ഗോയുടെ പാസ്റ്റ് ടെൻസ് എന്താ? വെൻറ്റ്. നമുക്ക് എങ്ങനെ ഇതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന് നോക്കാം. Then I went to shop to buy some എന്ന് വെച്ചാൽ ചില സാധനങ്ങൾ. ഇപ്പോൾ സം ഗ്രോസറീസ്. Then I went to shop to buy some groceries. പിന്നീട് ഞാൻ ചില സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ പോയി എന്ന് വെച്ചാൽ പോവുക, ഗോ. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോം ആയപ്പം വെൻറ്റ് വന്നു. Then I went to shop to buy some groceries.
ഇതാണ് തേർഡ് പോയിന്റ്. അപ്പോൾ ഈ കഥയുടെ നമുക്ക് ഈ കഥയും മനസ്സിലാവും പോയിന്റ് വൈസ് ആയതുകൊണ്ട്, പിന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ സെൻറ്റൻസുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പോയിന്റ് വൈസിൽ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോർത്ത് പോയിന്റ് നോക്കാം. ഫോർത്ത് പോയിന്റ്, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? 1 മണിക്കൂറിനുള്ളിൽ എന്ന് വെച്ചാൽ വിത്തിൻ 1 hour. ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെങ്ങനെ നമുക്ക് എഴുതാം? ഐ ബോട്ട് ദ ഗ്രോസറീസ്. വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ ഐ ബോട്ട് ദ ഗ്രോസറീസ്, അതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അതിന് ശേഷം നമ്മൾ പറയുന്നത് വീട്ടിൽ വന്നു, അതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. വീട്ടിൽ വന്നു, കെയിം ഹോം. അപ്പോൾ ഇവിടെയും വരിക കം എന്ന് നമുക്ക് പറയാം. അപ്പം അത് കം പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെ കെയിം വന്നത് എന്താ? വീട്ടിൽ വന്നു, അപ്പോൾ കഴിഞ്ഞു പോയൊരു സംഭവമാണ്, അതുകൊണ്ടാണ് ഇവിടെ കെയിം വന്നത്. അപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു, അതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം വാങ്ങിക്കുക ബൈ എന്നല്ലേ നമ്മൾ പറയണത്, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് അവിടെ ബോട്ട് വന്നത്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. വിത്തിൻ 1 hour, 1 മണിക്കൂറിനുള്ളിൽ. വിത്തിൻ 1 hour I bought. ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് bought. I bought the groceries. I bought the groceries and വീട്ടിൽ വന്നു, came home. കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് came. ഇവിടെ ബോട്ട് വന്നത് ബൈയുടെ പാസ്റ്റ് ടെൻസ്, കെയിം വന്നത് കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? വിത്തിൻ 1 hour I bought the groceries and came home. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇതാണ് ഫോർത്ത് പോയിന്റ്. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് എന്താ? വൈകുന്നേരം ഞാൻ എൻ്റെ കുട്ടികളുമായി സമയം ചിലവാക്കി. ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം വൈകുന്നേരം എന്ന് വെച്ചാൽ ഈവനിങ്. ഞാൻ എൻ്റെ കുട്ടികളുമായി, മൈ ചിൽഡ്രൻ. എൻ്റെ കുട്ടികൾ എന്ന് വെച്ചാൽ മൈ ചിൽഡ്രൻ. സമയം എന്ന് വെച്ചാൽ എന്താ? ടൈം. ചിലവാക്കി, ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം ഇത് ചിലവാക്കി, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സ്പെൻഡിൻ്റെ പാസ്റ്റ് ഫോം നമുക്കിവിടെ എഴുതണം. സ്പെൻഡിൻ്റെ പാസ്റ്റ് ഫോം എന്താ? സ്പെൻഡിൻ്റെ പാസ്റ്റ് ഫോം എന്ന് വെച്ചാൽ SPEND. ലാസ്റ്റ് ഡി വരുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം ഞാനിവിടെ എഴുതാൻ നിങ്ങൾക്ക് ഡൗട്ട് മാറാൻ വേണ്ടിയിട്ട്. SPEND ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്. ടൈം സ്പെൻഡിങ് എന്ന് പറയത്തില്ലേ, ആ സ്പെൻഡാണിത്. ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതിനെ പാസ്റ്റ് ഫോം ആക്കുമ്പോൾ നമ്മുടെ ടി വരും. അപ്പം ആ ഒരു ഫോമിലാക്കി നമുക്കിവിടെ എഴുതാം. പാസ്റ്റ് ഫോം ആക്കുമ്പോൾ എങ്ങനെയാണ്? സ്പെൻഡ്, ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് എഴുതാൻ പറ്റുക? വൈകുന്നേരം ഞാൻ എൻ്റെ കുട്ടികളുമായി സമയം ചിലവാക്കി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. I spent വന്നത് സ്പെൻഡിൻ്റെ പാസ്റ്റ് ഫോം. I spent time with my children. എപ്പോഴാ? in the evening. വൈകുന്നേരം ഞാൻ എൻ്റെ കുട്ടികളുമായി സമയം ചിലവാക്കി. I spent time with my children in the evening. അപ്പോൾ ഇതാണ് ഫിഫ്ത്ത് പോയിന്റ്. അപ്പോൾ നമുക്ക് സിക്സ്ത് പോയിന്റ് നോക്കാം. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് എന്താ? എല്ലാവർക്കും ഞാൻ രാത്രി ഭക്ഷണം പാചകം ചെയ്തു. ഇതും ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എന്ന് വെച്ചാൽ എന്താ? എവ്രി വൺ. ഞാൻ എന്ന് വെച്ചാൽ ഐ. രാത്രി ഭക്ഷണം നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിൽ പലതായിരിക്കും പറയണത്. അപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയണം. രാത്രി ഭക്ഷണം എന്ന് വെച്ചാൽ ഡിന്നർ. പാചകം ചെയ്യുക, അതിന് ഇംഗ്ലീഷ് വേർഡ് എന്താ? കുക്കിംഗ് ചെയ്യുക. കുക്ക്ഡ്, ഓൾറെഡി ചെയ്തു.
കുക്കിംഗ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് പാചകം ചെയ്തു. അപ്പം കുക്ക്ഡ് നമ്മൾ കുക്കിൻ്റെ കൂടെ ഈറ്റിംഗ് ചേർക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ രാത്രി ഭക്ഷണം പാചകം ചെയ്തു. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ഐ കുക്ക്ഡ്. അപ്പോൾ കുക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുക്ക്ഡ്. ഐ കുക്ക്ഡ് ഡിന്നർ. ഡിന്നർ എന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം. ഐ കുക്ക് ഡിന്നർ ഫോർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എവ്രി വൺ. ഐ കുക്ക് ഡിന്നർ ഫോർ എവ്രി വൺ. എല്ലാവർക്കും ഞാൻ രാത്രി ഭക്ഷണം പാചകം ചെയ്തു. ഇതാണ് 5th പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 6th പോയിന്റ് എന്താ? ഇപ്പോൾ ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ പോയിൻറ്റ്സും പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയിരുന്നു. ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെറ്റായുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. എൻ്റെ കസേര മൈ ചെയർ. ഇരിക്കുകയാണ്. അപ്പം ഇരിക്കുകയാണ്, സിറ്റിംഗ് ഓൺ മൈ ചെയർ. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. നൗ ഐ ആം sitting. Now I am sitting on my chair. ഇപ്പോൾ ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കുകയാണ്. Now I am sitting on my chair. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. ഇതും ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ, വളരെ, വെരി, ക്ഷീണം ടയേർഡ്. തോന്നുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫീൽ. എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. ഐ ഫീൽ ടയേർഡ്. ഇവിടെ വളരെ ഉണ്ട്. അപ്പോൾ ഐ ഫീൽ വെരി ടയേർഡ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഐ ഫീൽ വെരി ടയേർഡ്. എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. ഐ ഫീൽ വെരി ടയേർഡ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എൻ്റെ കുടുംബം ശാന്തമായി ഉറങ്ങുകയാണ്. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. എൻ്റെ കുടുംബം, മൈ ഫാമിലി, ശാന്തമായി. ശാന്തമായുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? പീസ്ഫുള്ളി. ഉറങ്ങുകയാണ്, സ്ലീപ്പിംഗ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. മൈ ഫാമിലി, എൻ്റെ കുടുംബം. മൈ ഫാമിലി ഈസ് ശാന്തമായി ഉറങ്ങുകയാണ്. മൈ ഫാമിലി ഈസ് സ്ലീപ്പിംഗ്. മൈ ഫാമിലി ഈസ് സ്ലീപ്പിംഗ് പീസ്ഫുള്ളി. PEACEFULLY. ശാന്തമായി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയുമായിട്ട്, വേറൊരു കഥയുമായിട്ട് മലയാളം എങ്ങനെ പഠിക്കാൻ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.